ഓക്കെ, ഹലോ എവരിവൺ. നമുക്ക് എന്ത് നോക്കാം? ബ്ലോക്ക് 2 നോക്കാം. ഡിമാൻഡ് ആൻഡ് റവന്യൂ അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. ഓക്കെ, കുറേ നമുക്ക് പഠിക്കാൻ പറ്റുന്ന സാധനങ്ങളുള്ള ഒരു ഏരിയയാണ്. ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സാധനങ്ങൾ ഇതിൻ്റെ അകത്തുള്ളതായിരിക്കണം. നോക്കാം. അപ്പോൾ എന്താണ് ഡിമാൻഡ്, എങ്ങനെ ഡിമാൻഡിനെ അനാലിസിസ് ചെയ്യും, ഡിമാൻഡിൻ്റെ ഇലാസ്റ്റിസിറ്റി എന്താണ്, ഡിമാൻഡ് എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യും, ഡിമാൻഡ് എങ്ങനെ ഫോർകാസ്റ്റ് ചെയ്യും. അപ്പോൾ ഡിമാൻഡ് ആൻഡ് റവന്യൂ എന്ന് പറഞ്ഞിട്ട് ഡിമാൻഡിനെ കുറിച്ചാണ് മാക്സിമം കാര്യങ്ങളും പറയാം. നോക്കാം. അപ്പോൾ എന്താണ് ഡിമാൻഡ് എന്ന് ചോദിച്ചാൽ, ഓക്കെ, നമ്മുടെ എക്കണോമിക്സിൻ്റെ ഒരു കോൺസെപ്റ്റിൽ നിന്ന് പറയുകയാണെങ്കിൽ ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ എന്ത് വേണം, ഒരു സാധനം വാങ്ങാനുള്ള ആഗ്രഹവും വേണം, അതിനുള്ള കഴിവും വേണം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മൾ എക്കണോമിക്സിൽ അതിനെ എന്തെന്ന് വിളിക്കുന്നത്, ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്താഗ്രഹമുണ്ട്, എനിക്ക് BMW വാങ്ങിക്കണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അതെന്താവത്തില്ല, ഡിമാൻഡ് ആവത്തില്ല. എനിക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, അതേസമയം വാങ്ങാനുള്ള ശേഷി എനിക്കുണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ്, അതിനെ എക്കണോമിക്സ് ഡിമാൻഡ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ ഒരുമിച്ച് വരണം. വില്ലിങ്നെസ് ടു ബൈ പ്ലസ് കപ്പാസിറ്റി ടു ബൈ, ഈ രണ്ട് സാധനങ്ങളും വരണം. കപ്പാസിറ്റി എന്ന് പറയുന്നത് അവൈലബിലിറ്റിയുടെ കാര്യത്തിലാവാം, ഫിനാൻഷ്യലി നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവണമെന്നാവാം, എന്തും ആവാം. ഓക്കെ, അപ്പോൾ വാങ്ങാനുള്ള കഴിവും വേണം, വാങ്ങാനുള്ള താല്പര്യവും വേണം. അതിനാണ് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. ഡിമാൻഡിൻ്റെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്, ഡിമാൻഡ് ചേഞ്ച് ചെയ്യും. നമ്മളറിയാമല്ലോ, ഇലാസ്റ്റിക് വലിയും പോലെ ഡിമാൻഡ് മുകളിലേക്കോ താഴേക്കോ വലിയും. എന്തിനാശ്രയിച്ച്? പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പല കാര്യങ്ങളിലുണ്ടാകുന്ന ചേഞ്ച് ഡിമാൻഡിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും? നമ്മൾ ഡെറിവേറ്റീവ് പഠിച്ച് ഓർക്കുന്നില്ലേ, dy/dx. ഈ സാധനമാണ് എന്തെന്ന് പറയുന്നത്, ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇലാസ്റ്റിസിറ്റി നമ്മൾ റിലേഷൻഷിപ്പാണ് നോക്കുന്നത്. ഒരു ഫാക്ടർ, അപ്പം ഡിമാൻഡിനെ നിശ്ചയിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നിങ്ങൾക്കൊരു സാധനം വേണമെന്ന് നിങ്ങൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ, അങ്ങനെ ഡിമാൻഡ് ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഓരോ നമ്മൾ ഇൻഡിവിജ്വലി നോക്കും. ഒരു ഏറ്റവും മേജർ ഫാക്ടർ പ്രൈസ് ആണല്ലേ. അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? പ്രൈസിലെ ഒരു യൂണിറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ഡിമാൻഡിൽ എന്തുമാത്രം ചേഞ്ച് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഓരോ സാധനത്തിൽ ഇലാസ്റ്റിസിറ്റി ഓരോ വിധത്തിലായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ഇലാസ്റ്റിസിറ്റിയെ കുറിച്ച് ഒരുപാട് പഠിക്കാൻ കാണാം. നോക്കാം എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് തന്നെ നോക്കാം. പിന്നെ ഈ ഡിമാൻഡിനെ നമ്മൾ എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യും, ഫോർകാസ്റ്റ് ചെയ്യും, നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ പഠിച്ച കാര്യങ്ങൾ, റിഗ്രഷൻ പോലത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ്. ഓക്കെ, നൗ വി ക്യാൻ സി എന്തൊക്കെയാണ് ഈ ബ്ലോക്കിൽ നിന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. എക്സ്പ്ലെയിൻസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോംസ് ഡിമാൻഡ് കർവ് ആൻഡ് മാർക്കറ്റ് ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഗ്രാഫാണ്. ഓക്കെ, ഇപ്പോൾ ഇത് പ്രൈസും ഇത് ഡിമാൻഡാണ് വിചാരിച്ചു. ഇപ്പോൾ 1 രൂപയായിരുന്നു പ്രൈസ് ആയിരുന്നപ്പോൾ ഇത്ര ഡിമാൻഡ് വന്നു. ഇനി പ്രൈസ് ഇത്രയായപ്പോൾ ഡിമാൻഡ് ഇത്രയായി, പ്രൈസ് ഇത്രയായപ്പോൾ ഡിമാൻഡ് നേരെ തിരിച്ചായിരിക്കും വരുന്നത്. ഓഫ് കോഴ്സ്, ജസ്റ്റ് ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോ ലെവൽ ഓഫ് പ്രൈസിലും എന്തുമാത്രം ഡിമാൻഡ് ഉണ്ടെന്ന് കാണിക്കുന്ന, അല്ലെങ്കിൽ ഓരോ ലെവൽ ഓഫ് ഫാക്ടർ മാറിക്കൊണ്ടിരിക്കാം, പ്രൈസ് തന്നെ എടുക്കണമെന്നില്ല. ഓരോ ലെവൽ ഓഫ് ഫാക്ടേഴ്സ് മാറുമ്പോഴും ഡിമാൻഡ് എന്തുമാത്രം ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് എന്തെന്ന് പറയുന്നത്, ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി ഒരു ഫേമിൻ്റെ ഡിമാൻഡ് കർവ് മാർക്കറ്റിൻ്റെ ഡിമാൻഡ് കർവ് തമ്മിൽ വ്യത്യാസം എന്താണ് നമുക്ക് ടെക്സ്റ്റിൽ പറഞ്ഞേക്ക് നോക്കാം. ടെക്സ്റ്റിലായിരുന്നാലും അവരെക്കുറിച്ചൊരു വലിയൊരു ഉത്തരം അല്ലെങ്കിൽ ഡയറക്റ്റ് ഉത്തരം പറയുന്നില്ല. അവർ പറയുന്നത് ഈ കാര്യം തന്നെയാണ്. ഫേമിൻ്റെ ഡിമാൻഡ് കർവ് എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ കമ്പനിക്ക് അവരുടെ പ്രൊഡക്റ്റിന് ഓരോ പ്രൈസിൻ്റെ ഫാക്ടർ അല്ലെങ്കിൽ ഏതോ ഫാക്ടർ എടുത്ത് നോക്കുമ്പോൾ ഡിമാൻഡ് എങ്ങനെ മാറുന്നു എന്ന് മാത്രമേ കാണിക്കത്തുണ്ടാവും. പക്ഷേ ഒരു മാർക്കറ്റിൻ്റെ ഡിമാൻഡ് കർവ് സമ്മേഷൻ ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്സ് ആയിരിക്കും. അതായത് ആ മാർക്കറ്റിലുള്ള എല്ലാ ഫേമുകളുടെയും പിന്നെ ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ സർവീസിൻ്റെയോ പ്രൈസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ ബേസിസിലുണ്ടാകുന്ന ചേഞ്ച് കാണിക്കുന്ന ഗ്രാഫായിരിക്കും മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഡിമാൻഡ് കർവ് ഈ പറയുന്ന പോലെയാണ്. ക്വാണ്ടിറ്റി എത്ര ഡിമാൻഡ് ചെയ്യുന്നു, എന്തുമാത്രം ഡിമാൻഡ് ഉണ്ട് ഓരോ പ്രൈസ് ലെവലിൽ. പ്രൈസ് 0 ആകുമ്പോൾ ക്വാണ്ടിറ്റി 0 ആയിരിക്കും. പ്രൈസ് ഇത്ര ആകുമ്പോൾ ക്വാണ്ടിറ്റി ഇത്ര ഉണ്ട്. അങ്ങനെ കുറഞ്ഞ് പോകത്തുള്ളൂ. കണ്ടില്ലേ, താഴേക്കാണ് സ്ലോപ്പ് ചെയ്യുന്നത്. അതായത് വില കൂടും തോറും നമ്മുടെ ഡിമാൻഡ് കുറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, വില കുറയും തോറും ഡിമാൻഡ് എന്ത് ചെയ്തിട്ടിരിക്കും, കൂടിക്കൊണ്ടിരിക്കും. അതാണ് ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ ഡിമാൻഡ് കർവിൻ്റെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. ഒരു ഫേമിൻ്റെ ഡിമാൻഡ് കർവ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ പറഞ്ഞ പോലെ ഡിമാൻഡ് ബൈ കൺസ്യൂമർ ഫോർ എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഓഫ് എ ഫേം. ഓക്കെ, പിന്നെ മോണോപ്പൊളിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഒരു പ്രത്യേക പ്രൊഡക്റ്റിൻ്റെ മേൽ മോണോപ്പൊളി ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ കേരളത്തിൽ കറണ്ട് തരാൻ KSEB മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്താണ്, KSEBക്ക് അവിടെ ഒരു മോണോപ്പൊളി ഉണ്ട്. അതുകൊണ്ട്
KSEBയുടെ നമ്മുടെ കറണ്ടിൻ്റെ പ്രൈസിലും കറണ്ടിൻ്റെ ഡിമാൻഡിലും പ്രൈസിലുള്ള ബന്ധം നോക്കുകയാണെന്നുണ്ടെങ്കിൽ KSEB എന്ത് ഗ്രാഫ് വരയ്ക്കുന്നോ അത് തന്നെയാണ് ഹോൾ മാർക്കറ്റിന് തരാനുള്ള കാര്യം. എന്താ, വേറെ ആരും ഇല്ല മാർക്കറ്റിനകത്ത്, ഇവർ മാത്രമല്ലേ ഉള്ളൂ. മനസ്സിലായല്ലേ? ആ ഒരു സംഭവമാണ് അവരുടെ പറയുന്നത്. വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ നമുക്ക് ചോദിച്ച സ്ഥിതിക്ക് ഒരു 20 മാർക്കിന് എഴുതാനുള്ള ഉത്തരം വേണം. അത് തന്നെയാണ് അവർ പറയുന്നത്. അല്ലാതെ വലിയൊരു കഥ അതിനകത്ത് പറയാനില്ല. പിന്നെ ഇതിൻ്റെ അനുസരിച്ച് നമുക്ക് മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് ചേഞ്ചസ് ഉണ്ടാവും. അത്ര ഡെപ്തിലേക്ക് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കുറച്ച് പാടാണ്. പക്ഷേ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി വെക്കുക. എന്താണ് മാർക്കറ്റിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും വരും. എല്ലാ ഇൻഡിവിജ്വൽ ഫേമെൻ്റ് എടുക്കണം. പക്ഷേ ഇത് നോക്കുമ്പോൾ നമ്മളൊരു ഈ ഫേമെൻ്റ് നോക്കുമ്പോൾ അവരുടെ കാര്യം മാത്രമേ വരത്തുള്ളൂ. അതെന്തല്ല നമുക്ക് വേറെ ആർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ പിന്നെ ചോദിക്കുന്നുണ്ട്, വാട്ട് ആർ ദ മേജർ അപ്രോച്ചസ് ടു ഡിമാൻഡ് മെഷർമെൻറ്റ്. ഡിമാൻഡിനെ അളക്കാൻ എന്തൊക്കെ വഴികളുണ്ട് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് നോക്കാം ടെക്സ്റ്റിൽ എന്താ ആൻസർ പറയുന്നത്. ടെക്സ്റ്റിൻ്റെ ഇത് പറയുന്നുണ്ട്, ദ മാർക്കറ്റിംഗ് അപ്രോച്ചസ് ടു ഡിമാൻഡ് മെഷർമെൻറ്റ് എന്തൊക്കെയാണ്. 1, എക്സ്പേർട്ടുകളുടെ ഒപ്പീനിയൻ എടുക്കുക. സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന സാധനത്തിനെക്കുറിച്ച് പഠിക്കുന്ന ആൾക്കാർ കാണുമല്ലോ, അവരുടെയൊക്കെ ഒരു ഒപ്പീനിയൻ എടുക്കുക. അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് അവർ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഒപ്പീനിയൻ എടുക്കുക എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ വിൽക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പുതുതായിട്ടൊരു ഹോട്ടൽ തുടങ്ങാൻ പോകുമെന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾ തുടങ്ങാൻ പോകുമ്പോൾ ആ ഒരു ലൊക്കാലിറ്റി, ഇപ്പോൾ ട്രിവാൻഡ്രം സിറ്റിക്ക് അതാ തുടങ്ങാൻ പോകുന്നത്, അവിടെ സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് ഹോട്ടൽ നടത്തുന്ന ഒരാളെ കണ്ടിട്ട് ഒന്ന് ചോദിക്കുന്നത് നല്ലതായിരിക്കും. കാര്യം എന്തുകൊണ്ട്, അയാൾക്ക് അറിയാമായിരിക്കും എന്താണ് ഇവിടുത്തെ ഡിമാൻഡ്, എന്താണ് ഏറ്റവും വലിയ പ്രശ്നം. മനസ്സിലായില്ല? പിന്നെ ഒരു സാധനം തുടങ്ങുമ്പോൾ അവിടെ ഡിമാൻഡ് കാണുമ്പോൾ, കുഴിമന്തി മാത്രം വിൽക്കുന്ന ഒരു കട ഒരാൾ തുടങ്ങാൻ പോകുമ്പോൾ പുതിയ സാധനങ്ങളോട്, ഇപ്പം നമ്മുടെ ചില സ്റ്റഡീസ് പറയുന്നുണ്ട്, പുതുതായിട്ട് ഒരു വരുന്ന കടകളൊക്കെ 3 മാസത്തിൽ കൂടുതൽ നിലനിൽക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. ഇതിനൊക്കെ അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. എക്സ്പേർട്ട് എന്ന നിലയ്ക്ക് അയാൾക്ക് പറഞ്ഞുതരാൻ പറ്റും നമ്മൾ പുതുതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റിന് എന്തുമാത്രം ഡിമാൻഡ് ഉണ്ടെന്ന്. അതിൻ്റെ അത് പറയുന്നൊരു വളരെ ഇമ്പോർട്ടൻറ്റ് വാക്കാണ് ഡെൽഫി മെത്തേഡ് എന്ന് പറയുന്നത്. ഡെൽഫി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ എക്സ്പേർട്ടുകളുടെ ഒരു പാനൽ ഉണ്ടാക്കുക. ഇപ്പോൾ ഒരു 4 എക്സ്പേർട്ടുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. 4 പേരും തമ്പി എന്തെങ്കിലും പറയില്ല, കാണിക്കാൻ പാടില്ല. ആരെയൊക്കെയാണ് നിങ്ങൾ സെലക്ട് ചെയ്തത് നിങ്ങൾ അറിയിക്കാൻ പാടില്ല. 4 പേരെടുത്ത് അഭിപ്രായം ചോദിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെക്ക് ചെയ്യാൻ കൊടുക്കുക. എന്നിട്ട് കോമൺ ആയിട്ടുള്ള ഒരു ഡിസിഷനിലേക്ക് വരിക. അപ്പോൾ എന്ത് നമുക്ക് കിട്ടി, നമുക്ക് 4 പേര് ഒപ്പീനിയനും കിട്ടി. ഈ 4 പേര് ഒപ്പീനിയനെ ഈ 4 പേര് തന്നെ പിയറായിട്ടൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുകയും ചെയ്തു എന്നുള്ള സാധനമാണ്. മനസ്സിലായില്ലേ? പിന്നെ പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് രീതിയാണ് സർവേ നടത്തുക എന്നുള്ളത്. ഒരു പുതിയൊരു സാധനം കൊണ്ടുവരുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഒരു മാർക്കറ്റിൽ ഇറങ്ങി സ്റ്റഡി നടത്തുക. ഇങ്ങനെ ഒരു സാധനം വന്നാൽ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ഇപ്പോൾ ഈ ചില പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് പുതുതായിട്ട് ഇറക്കുമ്പോൾ എന്ത് ചെയ്യും, വേറെ എന്തെങ്കിലും സാധനത്തിന് ഇവിടെ ഫ്രീ ആയിട്ട് തരും. അതൊരു കണക്കിന് പറഞ്ഞാൽ അവരെന്ത് നടത്തുന്നത്, എന്ത് സ്റ്റഡി നടത്തുന്നത്, ഈ സാധനം വന്നാൽ വിജയിക്കുമോ എന്നുള്ള സ്റ്റഡി നടത്തുന്നത്. അതുപോലെ സ്റ്റഡി നടത്തുന്ന അല്ലെങ്കിലും സർവേസ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ പിന്നെ ഒരു ചില ആപ്പുകളൊക്കെ ഉപയോഗിക്കും. നമ്മൾ ജിയോ ഹോട്ട്സ്റ്റാറൊക്കെ പണ്ട് ഉപയോഗിക്കുമ്പോൾ വരുമായിരുന്നു, ഇന്നൊരു പ്രൊഡക്റ്റ് കൊള്ളാമോ, നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടോ, ഇതിന് നിങ്ങൾ ഇന്നൊരു സാധനം ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അതിൽ ഏത് ബ്രാൻഡാണ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് സർവേകൾ വരാറുണ്ടല്ലേ. അതിനാണ് മാർക്കറ്റ് സർവേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എക്സ്പെരിമെൻറ്റുകളുണ്ട്, മാർക്കറ്റ് എക്സ്പെരിമെൻറ്റ്. ഞാൻ ഇപ്പോൾ പറഞ്ഞ സാധനമാണ്, നമ്മൾ ഒരു പ്രൊഡക്റ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്ത് നോക്കുക, ആൾക്കാരുടെ ഡിമാൻഡ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഈ പറഞ്ഞ ടെക്നിക്സാണ്, ഈ പറഞ്ഞ 3 ടെക്നിക്കാണ് മേജറായിട്ട് എന്ത് വരുന്നത്, ഡിമാൻഡ് മെഷർ ചെയ്യാൻ, ഡിമാൻഡ് അനലൈസ് ചെയ്യാനോ ഫോർകാസ്റ്റ് ചെയ്യാനോ അല്ല, ഡിമാൻഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡിമാൻഡ് മെഷർ ചെയ്യാനുള്ള ടെക്നിക്സ് ഇതാണ്. അടുത്തൊരു ചോദ്യമാണ്, ഐഡൻറ്റിഫൈ ദ വേരിയബിൾസ് ഇൻക്ലൂഡഡ് ഇൻ ഡിമാൻഡ് ഫംഗ്ഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ ഡിമാൻഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. കേൾക്കുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞേക്കുന്നതിന് റിപ്പീറ്റ് ചെയ്ത് പറയുന്നു എന്ന് തോന്നും. ബട്ട് ഇതൊരു മാത്തമെറ്റിക്കൽ അപ്രോച്ചാണ്. നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ പറഞ്ഞു ഡിമാൻഡ് എന്ന് പറയുന്ന സാധനം പല ഫാക്ടേഴ്സിനെ ആശ്രയിച്ചിരിക്കുന്നു. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ സാധനത്തിൻ്റെ വില, അതിനോടുള്ള ആൾക്കാരുടെ ഇൻട്രസ്റ്റ്, ആൾക്കാരുടെ ഇൻകം, അങ്ങനെ പല കാര്യങ്ങളോട് ഡിമാൻഡ്. അത് നിങ്ങൾ അറിയുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായിട്ട് എവിടെയെങ്കിലും എഴുതാൻ. കാരണം ഡിമാൻഡിൻ്റെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോക്കേണ്ടതാണ്. അപ്പോൾ ആ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്നുള്ളതിനെ മാത്തമെറ്റിക്കലി കാണിക്കുന്നത്. ഡിമാൻഡിനെ എന്തായിട്ട് കാണിക്കും, ഒരു ഫംഗ്ഷനായിട്ട് കാണിക്കും. ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ സാധനങ്ങളുടെ ചേഞ്ച് അനുസരിച്ചിരിക്കും എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനായിട്ട് കാണിക്കും. അപ്പോൾ ഡിമാൻഡും ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിമാൻഡും തമ്മിലുള്ള ബന്ധത്തിനെ കാണിക്കുന്ന മാത്തമെറ്റിക്കൽ ഫോർമുല അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേഷനാണ് എന്തെന്ന് വിളിക്കുന്നത്, ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് ടെക്സ്റ്റ് പറയുന്നത്. ഇതാണ് ആ ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. ഇതൊന്നും കാണാതെ പഠിക്കാൻ പറ്റിയാൽ വളരെ നല്ല കാര്യമാണ്.
ഡിമാൻഡ് എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ ഫംഗ്ഷനാണെന്ന് പറയുന്നു. ആദ്യം PO എന്ന് പറയുന്നു. PO കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ്. സാധനത്തിൻ്റെ പ്രൈസ് എന്താണോ അതിനെ ആശ്രയിച്ചിരിക്കുന്നു. ആ പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു. രണ്ടാമത് PC പറയുന്നു പ്രൈസ് ഓഫ് കോംപ്ലിമെൻറ്റ്. കോംപ്ലിമെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്കൊരു പേന വാങ്ങുമ്പോൾ ഉറപ്പായിട്ട് എന്ത് വേണം? ഫൗണ്ടൈൻ പെന്നാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇങ്ക് വേണം. അപ്പോൾ ഇങ്കിൻ്റെ പ്രൈസ് കൂടിയാൽ എന്ത് സംഭവിക്കാം? ഫൗണ്ടൈൻ പെന്നിൻ്റെ ഡിമാൻഡ് കുറയാം അല്ലേ? ഇപ്പോൾ ഭയങ്കര വില കൂടുതലാണ് ഇങ്കെങ്കിൽ ആൾക്കാർ സാധാരണ പേനയിലേക്ക് പോകും, ഇത് ഉപയോഗിക്കുന്നത് നിർത്താൻ തുടങ്ങും. അതേപോലെ നേരെ തിരിച്ചും സംഭവിക്കാം. അപ്പോൾ ഇതിനാണ് എന്തെന്ന് പറയുന്നത്? പ്രൈസ് ഓഫ് കോംപ്ലിമെൻറ്റ്. കോംപ്ലിമെൻ്റായിട്ട് കൊടുക്കുന്ന സാധനത്തിൻ്റെ പ്രൈസും എന്തിനെ ആശ്രയിക്കുന്നു, എന്തിനെ ബാധിക്കുന്നു? നമ്മളെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിനെ ബാധിക്കുന്നുണ്ട്. ഇനി PS പറയുന്നുണ്ട് എന്താണ്? പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഗോൾഡ് വിന്നറിൻ്റെ അല്ലെങ്കിൽ ഗോൾഡ് വിന്നറിലോ സൺഫ്ലവറിൻ്റെ ഓയിലുണ്ട്, കോക്കനട്ട് ഓയിലുണ്ട്. ഓക്കെ, കോക്കനട്ട് ഓയിലിൻ്റെ വില വളരെ കയറിപ്പോകുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? പയ്യെ സൺഫ്ലവർ ഓയിലേക്ക് സ്വിച്ച് ചെയ്യാൻ തുടങ്ങും. അതായത് കോക്കനട്ട് ഓയിലിൻ്റെ വില കൂടുന്നത് സൺഫ്ലവർ ഓയിലിൻ്റെ ഡിമാൻഡ് കൂടാൻ സഹായിക്കുന്നു. കോംപ്ലിമെൻറ്റ് പറഞ്ഞ പോലെ അല്ല, തിരിച്ചാണ്. ഇത് ഇവിടെ നിങ്ങൾ കാണാൻ പഠിക്കാൻ തന്ന പെട്ടു, ഒന്ന് ആലോചിച്ചെടുക്കാം. മനസ്സിലായില്ല? അപ്പോൾ കോക്കനട്ട് ഓയിൽ, അതായത് വെളിച്ചെണ്ണയുടെ വില കൂടുമ്പോൾ എന്ത് ചെയ്യും? കുറേ ആൾക്കാരെങ്കിലും സൺഫ്ലവർ ഓയിലേക്ക് സ്വിച്ച് ചെയ്യാൻ തുടങ്ങും. കാര്യം ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. എനിക്ക് കോക്കനട്ട് ഓയിൽ കിട്ടിയേ മതിയാവുമെന്ന് ചിന്തിക്കാതെ സൺഫ്ലവർ ഓയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? പയ്യെ കോക്കനട്ട് ഓയിലിൽ നിന്ന് ഇറങ്ങി എങ്ങോട്ട് പോകാൻ തുടങ്ങും? സൺഫ്ലവർ ഓയിലേക്ക് പോകാൻ തുടങ്ങും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? കോക്കനട്ട് ഓയിലിൻ്റെ വില കൂടിയത് കൊണ്ട് സൺഫ്ലവർ ഓയിലിൻ്റെ ഡിമാൻഡ് കൂടുന്നു. അതായത് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നിൽക്കുന്ന സാധനത്തിൻ്റെ വില കൂടുമ്പോൾ നമ്മൾ ഡിമാൻഡ് കൂടും. നേരെ തിരിച്ച് സംഭവിക്കും. എങ്ങനെയാണ്? ഇപ്പോൾ സൺഫ്ലവർ ഓയിലിന് അത്യാവശ്യം ഡിമാൻഡുണ്ട്, അപ്പോഴാണ് കോക്കനട്ട് ഓയിലിൻ്റെ വില വളരെ കുറയുന്നത്. അപ്പോൾ വില കൂടുതലെന്ന ഒറ്റ കാരണം കൊണ്ട് സൺഫ്ലവർ ഓയിലിനെ ആശ്രയിച്ചിരുന്ന ആൾക്കാർ തിരിച്ചെങ്ങോട്ട് പോകാൻ തുടങ്ങും? കോക്കനട്ട് ഓയിൽ വാങ്ങാൻ തുടങ്ങും. ഇതാണ് പറയുന്നത് എന്താണ്? പ്രൈസ് ഓഫ് ദ സബ്സ്റ്റിറ്റ്യൂട്ട് എന്തിനെ ബാധിക്കുന്നു? നമ്മുടെ ഡിമാൻഡിന്, ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിനെ ബാധിക്കുന്നു. പിന്നെ പറയുന്നു YD എന്ന് പറയുന്നുണ്ട്. YD എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇൻകം ആയിരിക്കാം. ഇതവിടെ താഴെ പറയുന്നുണ്ട് ഡിസ്പോസബിൾ ഇൻകം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഡിസ്പോസബിൾ ഇൻകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് ചിലവാക്കാൻ കിട്ടുന്ന തുക. അയാൾക്ക് ഈ മാസ അടവും അല്ലെങ്കിൽ ഈ ടാക്സ് അടയ്ക്കാനുള്ള പരിപാടി എങ്ങനെയും കൊണ്ടല്ലോ, അതെല്ലാം കഴിഞ്ഞ് ചിലവാക്കാൻ കിട്ടുന്ന തുകയിലാണ് ഡിസ്പോസബിൾ ഇൻകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അയാളുടെ ഇൻകം കൂടും തോറും അയാൾ എന്ത് ചെയ്യാൻ തുടങ്ങും? പ്രൊഡക്റ്റിൻ്റെ ലെവൽ മാറ്റാൻ തുടങ്ങും അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം ഒരു മാസം എല്ലാം കഴിഞ്ഞിട്ട് ഒരു 10,000 രൂപ കിട്ടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ വിചാരിക്കുക നമുക്ക് രാമേന്ദ്രൻ്റെ പോയി ഡ്രസ്സ് എടുത്താൽ മതി എന്ന് ചിന്തിക്കും. അയാളുടെ ഇൻകം പെട്ടെന്ന് അങ്ങ് കൂടി. മാസം 10,000 രൂപയ്ക്ക് ഡിസ്പോസിബിൾ കിട്ടുന്ന സ്ഥലത്ത് ഇയാൾക്ക് ഇപ്പോൾ ഒരു 35,000 കിട്ടുന്നുണ്ട്. അയാൾ വയ്യ എന്ത് വിചാരിക്കും? ഈ നമുക്ക് ആ മറ്റേ രാമേന്ദ്രൻ്റെ സാധാരണ ഡ്രസ്സ് ഒന്നും ഇടേണ്ടത്, ഇച്ചിരി ബ്രാൻഡഡ് സാധനത്തിലേക്ക് നീങ്ങാമെന്ന് വിചാരിക്കും. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? അയാളുടെ ഡിസ്പോസിബിൾ ഇൻകം കൂടും തോറും എന്ത് സംഭവിക്കും? സാധനങ്ങളുടെ ഡിമാൻഡിൽ ചേഞ്ച് ഉണ്ടാവും. ലോ ഇൻകം ആയിരിക്കുമ്പോൾ എന്താണ്? ലോ ക്വാളിറ്റി പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ലോ പ്രൈസ്ഡ് പ്രൊഡക്റ്റിനായിരിക്കും ഡിമാൻഡ്. അയാൾ ഇൻകം കൂടും തോറും ഹൈ പ്രൈസ്ഡ് പ്രൊഡക്റ്റുകൾ അയാൾ ആശ്രയിച്ച് തുടങ്ങും. ഇങ്ങനെയാണ് എന്ത് പറയുന്നത്? ഒരാളുടെ ഡിസ്പോസബിൾ ഇൻകവും ഒരു സാധനത്തിൻ്റെ ഡിമാൻഡും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. പിന്നെ T പറയുന്നുണ്ട്. T എന്ന് പറയുന്നത് ടേസ്റ്റാണ്. അയാൾ ടേസ്റ്റ് മാറുന്നതനുസരിച്ച് അയാൾക്ക് എന്ത് ചെയ്യാം? ഡിമാൻഡിൽ മാറ്റം ഉണ്ടാവും അല്ലേ? പിന്നെ A പറയുന്നത് അഡ്വർടൈസ്മെൻ്റ് ആണ്. ചിലപ്പോൾ കൂടുതൽ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി നമ്മൾ ചില സാധനങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുന്നത് എന്ത് ചെയ്യാം? ഡിമാൻഡ് കൂട്ടാൻ കാരണമായേക്കാം. 100% അങ്ങനെ പറയുന്നില്ല, ഒരു പക്ഷേ ഡിമാൻഡിൽ എന്ത് ചെയ്യാം? കൂടാൻ കാരണമായേക്കാം. അപ്പോൾ പുതിയൊരു അംബാസഡറിനെ കൊണ്ടുവരുന്നു, അതൊക്കെ എന്ത് ചെയ്യും? ഒരു ബൂസ്റ്റ് തരും. ഇപ്പോൾ ലക്ഷ്യ എന്ന് പറയുന്ന കമ്പനിക്ക് തന്നെ പണ്ടുണ്ടായിരുന്നതിനേക്കാൾ എത്രയോ വലിയ ബൂസ്റ്റാണ് മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യനെ അവിടെ നമുക്ക് ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയപ്പോൾ കിട്ടിയതല്ലേ? ഓക്കെ, അപ്പോൾ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ CR പറയുന്നുണ്ട്. CR ഇവിടെ ഉദ്ദേശിക്കുന്നത് ക്രെഡിറ്റ് ആണ്. ഓക്കെ, അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ചില ആൾക്കാർക്ക് കടം വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒരുപാട് വാങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡൊക്കെ പറയുന്നത് ഒരു വലിയൊരു ഉപയോഗമാണല്ലേ? അപ്പോൾ നമ്മൾ ചില പ്രൊഡക്റ്റുകൾക്ക് മേൽ ക്രെഡിറ്റ് കൊടുക്കുന്നത് എന്ത് ചെയ്യുന്നു? ഡിമാൻഡ് കൂട്ടാൻ കാരണമാകുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയടാ, ഇപ്പോൾ ഈ വണ്ടിക്ക് CC ഇട്ട് കൊടുക്കുന്ന പരിപാടി ഇല്ലായിരുന്നെങ്കിൽ, ഓക്കെ, ക്രെഡിറ്റിന് വണ്ടി കൊടുക്കുന്ന പരിപാടി ഇല്ലായിരുന്നെങ്കിൽ നമ്മളെ നിരത്തിൽ ഇത്രയും വണ്ടികൾ വരുമായിരുന്നു? ഇല്ല. നമ്മളെ നിരത്തിൽ ഓടുന്നൊരു 70% ഈ പറഞ്ഞ പോലെ ക്രെഡിറ്റിന് കയ്യിൽ കാശ് ഉണ്ടായിരുന്നാൽ പോലും CC ഇട്ട് എടുക്കുന്ന ആൾക്കാരുണ്ടല്ലേ? അപ്പോൾ അത് എന്ത് സംഭവിച്ചു? വണ്ടികളുടെ ഡിമാൻഡ് കൂടാൻ ക്രെഡിറ്റിൻ്റെ അവൈലബിലിറ്റി ഒരു വലിയ ഫാക്ടറായിട്ട് വന്നു. അടുത്തത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്.
6 കൊണ്ട് ഉദ്ദേശിക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. നമുക്ക് ഈ പറഞ്ഞ ക്രെഡിറ്റുമായിട്ട് ചേർത്ത് പറയാനുള്ള കാര്യമാണ്. എന്താണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുമ്പോൾ ആൾക്കാർ ക്രെഡിറ്റിന് എടുക്കുന്നത് കൂടും അല്ലേ, ക്രെഡിറ്റിന് സാധനം എടുക്കുന്നത് കൂടും. അവിടെയും ഡിമാൻഡിനെ ബാധിക്കാൻ ആരെ കൊണ്ട് കഴിയുന്നു? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് കഴിയുന്നു. ഇനി ഈ പറയുന്ന എന്താണ്, എക്സ്പെക്റ്റേഷനാണ്. നമ്മൾ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാനുള്ള കഴിവ്, കസ്റ്റമർ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാനുള്ള കഴിവ് പ്രൊഡക്റ്റിനുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഡിമാൻഡ് കൂടും. എന്ന് പറയുന്നത് നമ്പർ ഓഫ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് കസ്റ്റമർ വാങ്ങുന്ന സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യും? വലിയ മസിൽ കൊടുക്കാൻ കാണിക്കാതെ നമ്മൾ വാങ്ങാൻ പ്രേരണയൊക്കെ ഇട്ട് നമുക്ക്. പക്ഷെ അങ്ങനെയല്ല, കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കുറവാണ് നമുക്കറിയാമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല, അതിനധികം വാങ്ങത്തില്ല. അതാണ് എൻ്റെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡിമാൻഡിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഓ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതർ ഫാക്ടേഴ്സാണ്. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ എന്ത് ഫാക്ടർ ഉണ്ടെങ്കിലും അത് നമ്മൾ അതർ ഫാക്ടറിനകത്ത് ഉൾപ്പെടുത്തുക. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഞാൻ ഇത്രയും സമയം എടുത്ത് പറഞ്ഞത്. ഓരോ വാക്കുകൾ അറിയാമെന്ന് ഉറപ്പാക്കുക. ഓക്കെ, തൊട്ടടുത്ത വർഷം നമ്മൾ ആ ചോദ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ അതുകൊണ്ട് ഒന്നും കൂടെ പറയുന്നില്ല. ഐഡൻറ്റിഫൈ ദ വേരിയബിൾ ഇൻക്ലൂഡ് ഇൻ ഡിമാൻഡ് ഫംഗ്ഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഇമ്പാക്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ പറഞ്ഞല്ലോ. മാനേജർ എക്കണോമിക്സിൻ്റെ അകത്ത് ഒരു കോർ കണ്ടൻറ്റ് അതാണ്. ഡിമാൻഡ് അനാലിസിസ് ആണ് ഏറ്റവും കോർ എന്നൊക്കെ പറയാൻ പറ്റുന്നത്. ബിസിനസ്സിൻ്റെ അകത്ത് ഈ എക്കണോമിക്കൽ തിയറീസ് കൊണ്ടുവരുന്നതിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറയുന്നതും അതാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കാം. പിന്നെ ഉള്ളത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആൻഡ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇത് ഈ ബ്ലോക്കിൽ നിന്ന് തന്നെയാണ്, അത്യാവശ്യം ഇമ്പോർട്ടൻ്റ്. നമുക്ക് നോക്കാം. പറഞ്ഞു തുടങ്ങുന്ന മുമ്പ് എന്താണ് ഇലാസ്റ്റിസിറ്റി എന്നൊന്ന് മെൻഷൻ ചെയ്യുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഡിമാൻഡിനെ ബാധിക്കുന്ന പല ഫാക്ടേഴ്സുണ്ട്. പറഞ്ഞില്ല, അത് വളരെ ഇമ്പോർട്ടൻ്റ്, പല തവണ റിപ്പീറ്റ് ചെയ്ത് വരും. ഡിമാൻഡിനെ ബാധിക്കുന്ന പല ഫാക്ടേഴ്സുണ്ട്. ഇതിലൊരു ഫാക്ടറാണ് എന്താണെന്ന് പറയുന്നത്, ഇൻകം എന്ന് പറയുന്നത്. ഇൻകം ഓഫ് ദി ആരാണ്? നമ്മുടെ കമ്പനിയുടെ ഇൻകം അല്ല, വാങ്ങുന്ന കസ്റ്റമറിൻ്റെ ഇൻകം. അപ്പോൾ ഈ കസ്റ്റമറിൻ്റെ ഇൻകം മാറുമ്പോൾ ഡിമാൻഡിന് എന്ത് ചേഞ്ച് ഉണ്ടാകുന്നു എന്നുള്ള ഒരു ഒരു റെപ്രസെൻറ്റേഷനാണ്, അല്ലെങ്കിൽ ആ ഒരു ചേഞ്ചിൻ്റെ സ്റ്റഡിയാണ് ഇലാസ്റ്റിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇലാസ്റ്റിസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ആ ഒരു റെസ്പോൺസാണ്. ഓക്കെ, ഏറ്റവും വലിയ നല്ല വാക്കാണ് റെസ്പോൺസാണ്. എന്തിൻ്റെ റെസ്പോൺസ്? ഇൻകത്തിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഡിമാൻഡിലുണ്ടാകുന്ന റെസ്പോൺസ്, ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇലാസ്റ്റിസിറ്റി ഇതേപോലെ ഏത് ഫാക്ടർ എന്നുള്ളത് മാറുമ്പോൾ പേര് മാറിക്കൊണ്ടിരിക്കും. പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ പ്രൈസായിട്ടുള്ള ബന്ധമാണ് നോക്കുന്നത്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും. അതാണ് അവർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അല്ലേ. എല്ലാ സാധനങ്ങൾക്കും അങ്ങനെ വരണമെന്നില്ല, ആ ബന്ധങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞു പോകുന്നത്. അതേപോലെ ഇവിടെ നോക്കി, ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പറയുന്നുണ്ട്. ഇൻകം ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്, Q2 - Q1. അതായത് പഴയ ഇൻകത്തിൽ നിന്നപ്പോൾ Q2 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പുതിയ ഡിമാൻഡ്, Q1 പഴയ ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ പഴയ ഡിമാൻഡ് മൈനസ് പുതിയ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പുതിയ ഇൻകം മൈനസ് പഴയ ഇൻകം. അതായത് എനിക്ക് മാസം 100 രൂപ കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ 80 രൂപയുടെ സാധനം വാങ്ങിച്ചിട്ടിരുന്നു. ആ വരുമാനം 150 ആയപ്പോൾ ഞാൻ 90 രൂപയുടെ സാധനം വാങ്ങാൻ തുടങ്ങിയെങ്കിൽ ഇവിടെ എങ്ങനെ വരും? എൻ്റെ പുതിയ ഡിമാൻഡ് 150 മൈനസ് 100 ഡിവൈഡഡ് ബൈ 90 മൈനസ് 80 ഇൻറ്റു ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് പ്ലസ് ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് എന്താ? ഈ പറഞ്ഞ പോലെ ചേഞ്ചാണ് നോക്കുന്നത്. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഇൻകം ഇൻറ്റു പഴയ ഇൻകം ഡിവൈഡഡ് ബൈ പുതിയ ഇൻകം ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇതിന് കിട്ടുന്ന ആൻസർ, ഓക്കെ, അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും അങ്ങനെ ചെയ്യുന്നത് നോക്കുമ്പോൾ. ആ കിട്ടുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അത് ഇൻകം ഇലാസ്റ്റിക് ആണെന്ന് പറയാം. അതായത് ഇൻകത്തിലുണ്ടാകുന്ന ചേഞ്ച് ആ പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന് എന്ത് ചെയ്യുന്നു? ഡിമാൻഡിനെ, ആ പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഇവിടെയോ ഇൻകം ഇൻഇലാസ്റ്റിക് ആണെന്ന് പറയുന്നു. ഇലാസ്റ്റിസിറ്റി ഇല്ലെന്നാണ് അർത്ഥം. ഇലാസ്റ്റിസിറ്റി ഇല്ല ഇൻ ദ സെൻസ് എന്ത് ചെയ്യുന്നില്ല, ഈ പറയുന്നത് നമുക്ക് ബാധകമായിട്ട് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ ഇൻകം ചേഞ്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ വലുതായിട്ട് എന്ത് നോക്കേണ്ട ആവശ്യമില്ല. എപ്പോഴാണ് നമുക്ക് കിട്ടുന്ന ഇലാസ്റ്റിസിറ്റി ലെസ് ദാൻ 1 വരുമ്പോൾ. ഇനി ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ യൂണിറ്ററി ചേഞ്ചാണ് ഉണ്ടാകുന്നത്. യൂണിറ്ററിലി ഇലാസ്റ്റിക് ആണ്. അതിനർത്ഥം എന്താ? ആൾക്കാരുടെ ഇൻകം ഒരു യൂണിറ്റ് മുന്നിലേക്ക് പോയാൽ നമ്മുടെ ഡിമാൻഡും പോകും. ആൾക്കാരുടെ ഇൻകം എത്ര താഴേക്ക് പോകുന്നു അത്രയും താഴേക്ക് ഈക്വലായിട്ട് പോകും. ഇവിടെ അങ്ങനെയല്ല പോകുന്നത്. ഇവിടെ ഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്തുണ്ടാവും? നമുക്കൊരു ഹ്യൂജ് ചേഞ്ച് ഉണ്ടാവും.
ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയത്തക്ക ചേഞ്ച് ഒന്നും ഇല്ലെന്നാണ്. അപ്പോൾ നെഗറ്റീവ് ആയിരുന്നാലും ശരി, പോസിറ്റീവ് ആയിരുന്നാലും ശരി, രണ്ട് രീതിക്കും വരാം. നെഗറ്റീവും വരാം, പോസിറ്റീവ് വരാം. എന്താ, ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കൂടാം, ഇൻകം കുറയുമ്പോൾ ഡിമാൻഡ് കൂടാം. ഇൻകം കൂടുമ്പോഴാണ് ഡിമാൻഡ് കൂടുന്നതെങ്കിൽ പോസിറ്റീവാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി. ഇൻകം കുറയുമ്പോഴാണ് ഡിമാൻഡ് കൂടുന്നതെങ്കിൽ നെഗറ്റീവാണ്. അപ്പോൾ ആ ഒരു തോട്ട് ഉണ്ടാകണം എന്നുള്ളതാണ്. ഓക്കെ, ഒന്ന് മനസ്സിലാലോചിച്ച് നോക്കുക. എക്സാമ്പിൾ പറയുന്നുണ്ട്, നോക്കാം. പിന്നെ ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി പറഞ്ഞു. രണ്ടും നമ്മൾ ഡിഫറൻസ് ആയി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റുകളുണ്ടല്ലോ. ഇപ്പോൾ എന്താ പറയുക, സൺഫ്ലവർ ഓയിലും കോക്കനട്ട് ഓയിലും. കോക്കനട്ട് ഓയിലിൻ്റെ പ്രൈസും സൺഫ്ലവർ ഓയിലിൻ്റെ ഡിമാൻഡും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ എന്ത് നോക്കുന്നത്, ഇവിടെ നോക്കുന്നത്, ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റിക്കകത്ത് നോക്കുന്നത്. ഓക്കേടാ, ഫോർമുല പറയുന്നുണ്ട്, കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടൊക്കെ തോന്നും. ക്വാണ്ടിറ്റി ഓഫ് B2 എന്ന് കൊടുത്തിട്ടുണ്ട്. B2 ഉദ്ദേശിക്കുന്നത് ബിയുടെ പുതിയ വില. ഓക്കെ, ബി എന്ന് പറയുന്നൊരു സാധനം വിചാരിക്കുക. ബി എന്ന് പറയുന്ന സാധനത്തിൻ്റെ പുതിയ ക്വാണ്ടിറ്റി മൈനസ് QB1 എന്ന് വെച്ചാൽ പഴയ ക്വാണ്ടിറ്റി ഡിമാൻഡ്. അതായത് ഇപ്പം നമുക്ക് മനസ്സിലായത് രണ്ട് പ്രൈസ് വന്നിട്ടുണ്ട്. ഏതിനാണ്? ബിക്കല്ല, എക്കാണ്. എക്ക് പ്രൈസ് വന്നു. അതായത് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നിൽക്കുന്ന പ്രൊഡക്റ്റിന് പ്രൈസിൽ ചേഞ്ച് ഉണ്ടായപ്പോൾ നമ്മുടെ ഇതിൽ ക്വാണ്ടിറ്റിയിൽ എന്ത് ചേഞ്ച് ഉണ്ടായെന്നുള്ളതാണ് നോക്കുന്നത്. ഈ പറയുന്നത് ഇതൊരു ഒരൊറ്റ മെത്തേഡാണ് കേട്ടോ. ഈ ഒരു ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരൊറ്റ മെത്തേഡാണ്. ഇതുപോലെ പല മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകുന്ന ഏരിയയാണ്. ബട്ട് സ്റ്റിൽ ബേസിക്കലി ഒന്ന് അറിഞ്ഞേക്കുക. നമ്മൾ നോക്കിയത് എന്താ, എയുടെ ക്വാണ്ടിറ്റിയിലെ ചേഞ്ച് നോക്കി. ഏതിൻ്റെ അടിസ്ഥാനത്തിൽ? ബിയുടെ പ്രൈസിൻ്റെ ചേഞ്ചിൻ്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ, അങ്ങനെയാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ അവിടെയും ഇതേ ഒരു അവസ്ഥ തന്നെയാണ് പറയുന്നത്. ഇലാസ്റ്റിസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് വന്നാൽ ഗ്രേറ്റർ ദാൻ 0 വന്നാൽ എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്. മനസ്സിലായല്ലേ? ഒന്നിന് മറ്റൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണെന്ന് പറയാം. ലെസ് ദാൻ 0 വന്നാൽ അവർ കോംപ്ലിമെൻ്ററി ആണെന്നാണ് പറയുന്നത്. അപ്പോൾ കോംപ്ലിമെൻ്ററി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഒന്നിൻ്റെ ഡിമാൻഡ് കൂടുന്നത് മറ്റതിൻ്റെ ഡിമാൻഡ് കൂടാൻ കാരണമാകുന്നു. അല്ലാതെ ഓപ്പോസിറ്റ് അല്ല ബന്ധം, ഡയറക്റ്റാണ് ബന്ധം. പിന്നെ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ എന്തല്ല, ഒരു ബന്ധമില്ല. അപ്പോൾ രണ്ട് സാധനങ്ങൾ തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാൻ നമ്മളോട് നോക്കുന്നത്. നമ്മൾ ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടിയാൽ അതെന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്. ഇലാസ്റ്റിസിറ്റി ലെസ് ദാൻ 0 കിട്ടിയാൽ കോംപ്ലിമെൻറ്റ്സ് ആണ്. ഓക്കെ, പിന്നെ അവരുടെ മാനേജർ ഡിസിഷൻ മേക്കിങ്ങിൽ ആപ്ലിക്കേഷനും പറയുന്നുണ്ട്. നമുക്ക് ആലോചിച്ച് എഴുതാനുള്ളതേ ഉള്ളൂ. ഇൻകം ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ ഗ്രൂപ്പ് ഓഫ് ഇൻകം ഏതാണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വെറീഡ് ആവണം. അതിനനുസരിച്ച് ഡിസിഷൻസ് എടുക്കണം. പ്രൈസിങ്ങിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തണം. ക്രോസ് ഇലാസ്റ്റിസിറ്റിയുടെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ സപ്ലിമെൻ്റ് ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ പ്രൈസിലുണ്ടോയെന്ന് ചേഞ്ച് വാച്ച് ചെയ്യുക. അതിനനുസരിച്ച് നമ്മുടെ പ്രൈസിന് അഡ്ജസ്റ്റ് ചെയ്യുക. കോംപ്ലിമെൻ്റ് ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞാലും ഈ പറഞ്ഞ പരിപാടിയാണ്. അവരുടെ പ്രൈസ് ഇൻക്രീസ് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചേഞ്ച് വരുത്തണം ചിന്തിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ആപ്ലിക്കേഷനും കൂടെ ഒന്ന് മനസ്സിലുണ്ടാകും എന്നുള്ളതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വീണ്ടും എന്ത് ചോദിച്ചിട്ടുണ്ട്? ഈ പറഞ്ഞ പോലെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്താണ്, ഡിമാൻഡ് ഫംഗ്ഷൻ എന്താണ്, അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ്. ഞാൻ പറഞ്ഞു, മൂന്നാമത്തെ തവണ ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്നത്, അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, വിട്ട് കളയരുത്. അടുത്ത ചോദ്യം നോക്കാം. ആർക്ക് പ്രൈസ് ഇലാസ്റ്റിസിറ്റിയും പോയിൻ്റ് പ്രൈസ് ഇലാസ്റ്റിസിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്താണെന്ന് നമുക്കറിയാം, റെസ്പോൺസീവ്നെസ് ആണ്. എന്തിൻ്റെ? ഡിമാൻഡിന് പ്രൈസിനോടുള്ള റെസ്പോൺസീവ്നെസ്സിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. പ്രൈസിൽ ഒരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ അത് എങ്ങനെ ഡിമാൻഡിനെ ബാധിക്കുന്നു എന്നുള്ളതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റിയിൽ പറയുന്നത്. നോക്കാം. നമ്മൾ ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് എടുക്കാതെ രണ്ട് പെർട്ടിക്കുലർ പോയിൻറ്റിൻ്റെ ആവറേജ് എടുക്കുന്നുണ്ടെങ്കിൽ അത് ആർക്ക് ഇലാസ്റ്റിസിറ്റിയാണ്. എന്നാൽ ബേസ്ഡ് ഓൺ എ പെർട്ടിക്കുലർ പ്രൈസ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ പോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്? പോയിൻ്റ് ഇലാസ്റ്റിസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയടാ, ചേഞ്ച് ഇൻ y ഡിവൈഡഡ് ബൈ ആവറേജ് ഓഫ് y ആണ് എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ? 0.5 അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ y2 പ്ലസ് y1 ഡിവൈഡഡ് ബൈ 2. അതിനാണ് അവർ 0.5 എന്ന് ചെയ്തിട്ടുള്ളത്. മനസ്സിലായല്ലേ? അപ്പോൾ ആവറേജിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുന്നതിന് അതിനെന്തെന്ന് വിളിക്കും? ആർക്ക് ഇലാസ്റ്റിസിറ്റി എന്ന് വിളിക്കും. എന്നാൽ പെർട്ടിക്കുലർ പോയിൻ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നി തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. വലിയ വ്യത്യാസം ഇല്ല. ഇവരിവിടെ ആവറേജ് എടുത്തെത്തിക്കുന്നതിന് പകരം ഇവരെന്തെടുത്തിട്ടുണ്ട്? ഇവിടെ y1 എന്ന് എടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. മാത്തമാറ്റിക്സ് അറിയാമെന്നുള്ളതൊക്കെ പെട്ടെന്ന് കാര്യം കത്തും. ഇല്ലാത്തവരൊന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ അവർ ചേഞ്ച് നോക്കിയാൽ ഡെൽറ്റ എന്നൊക്കെ കിടക്കുന്നത് എന്താണ്? ചേഞ്ച് ഇൻ y തന്നെയാണ് ഡെൽറ്റ y കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചേഞ്ച് ഇൻ x തന്നെയാണ് ഡെൽറ്റ x കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻറ്റു x1 ബൈ y1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത്
ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് തന്നെയാണ് ഇവരിവിടെയും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും മാത്തമെറ്റിക്കലി ഒന്നും ചിന്തിച്ചില്ലെങ്കിലും ഏറ്റവും അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കുക, ആർക്ക് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ചേഞ്ച് ഇൻ യൂണിറ്റ് ബൈ ആവറേജ് നമ്മൾ നോക്കുന്നു. ആർക്കിൽ ആവറേജ് ഉണ്ട്, പോയിന്റിൽ പെർട്ടിക്കുലർ പോയിൻ്റേ ഉള്ളൂ. അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി പ്രൈസ് ഇലാസ്റ്റിസിറ്റിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ പറയുന്നുണ്ട്. നോക്കിയിടാം, ആർക്ക് പ്രൈസ് ഇലാസ്റ്റിസിറ്റി നോക്കുന്ന ഒരു സംഭവം നോക്കിയോ. ഓക്കെ, ഇവർ പറയുന്നുണ്ട് ഒരു സാധനത്തിന് പല വില വന്നിട്ടുണ്ട്, അതിൽ 10 രൂപയ്ക്ക് 30 രൂപയ്ക്ക് ഇടയ്ക്കുള്ള അവരുടെ ഇലാസ്റ്റിസിറ്റിയാണ് നോക്കുന്നത്. പ്രൈസിനോടുള്ള 10 രൂപയ്ക്ക് 30 രൂപയ്ക്ക് ഇടയ്ക്ക് ആ സാധനത്തിന് വില ഇടുമ്പോൾ അതിൻ്റെ പ്രൈസിനോട് ഡിമാൻഡിന് എന്തുമാത്രം റെസ്പോൺസീവ്നെസ് ഉണ്ട്, ചാഞ്ചാട്ടം ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ 10 രൂപ ഡിമാൻഡ് 10 രൂപ പ്രൈസ് ഇട്ടുന്നപ്പോൾ ഇത്ര ഡിമാൻഡുണ്ട്, 30 രൂപ ആയപ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്തു? കുറഞ്ഞു. ഓക്കെ, അതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ. അത് വെച്ച് നോക്കിയപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? 0.25 എന്ന് മനസ്സിലായി. അതായത് നോക്കിയടാ, മൈനസ് കിട്ടി. മൈനസിന് ഇവിടെ അവർ പിന്നീട് കണക്കിലെടുക്കുന്നതല്ല, വേറൊന്നും കൊണ്ടല്ല, പ്രൈസിൻ്റെ ഇലാസ്റ്റിസിറ്റി ആണല്ലോ. ഇവിടെ താഴെ പറയുന്നുണ്ട് പ്രൈസിൻ്റെ ഇലാസ്റ്റിസിറ്റി എപ്പോഴും നെഗറ്റീവ് വരത്തുള്ളൂ. കാര്യം എന്തുകൊണ്ടാണ്? പ്രൈസ് കൂടുന്തോറും എപ്പോഴും ഡിമാൻഡ് കുറയത്തേ ഉള്ളൂ. അത് ലോ ഓഫ് ഡിമാൻഡാണ്. ഓക്കെ, അത് ചോദിക്കുന്നത് എനിക്കറിയത്തില്ല, എന്നാലും മനസ്സിലുണ്ടാവട്ടെ, ലോ ഓഫ് ഡിമാൻഡാണ്. അപ്പോൾ ഇവർ പറയുന്നത് 0.25% ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഉണ്ടായി. എപ്പോഴാണ്? ഈ 10 രൂപയുടെയും 30 രൂപയുടെ ഇടയ്ക്ക് വില വയ്ക്കുമ്പോൾ ആ വിലയിൽ ഓരോ മാറ്റം വരുമ്പോൾ 25% വരെ ഡിമാൻഡിൽ മാറ്റം ഉണ്ടാവും. അതായത് അത് നെഗറ്റീവാണെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? പ്രൈസ് കൂടിപ്പോയിക്കൊണ്ടിരിക്കും തോറും 25% ഡിമാൻഡ് കുറയാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ്. ഇതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർക്ക് ഇലാസ്റ്റിസിറ്റി ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോലെ രണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് നോക്കാൻ പറ്റും. എന്നാൽ പോയിൻ്റ് ആകുമ്പോൾ ഏതെങ്കിലും ഒരൊറ്റ പ്രൈസ് വെച്ചിട്ടായിരിക്കും നോക്കുന്നത്. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. പോയിൻറ്റിൻ്റെ കാര്യം താഴെ പറയുന്നുണ്ട്. പക്ഷെ അവർ കമ്പയർ ചെയ്ത് പറയാൻ എളുപ്പമായിരുന്നു. പക്ഷെ അവരങ്ങനെ ചെയ്തില്ല. പോട്ടെ, ഈ കോൺസെപ്റ്റിൽ തന്നെ പറയാമായിരുന്നു. ഓക്കെ, സോറി, അവരങ്ങനെ തന്നെ പറയുന്നത്. അത് നോക്കിയടാ, അവർ പറയുന്നുണ്ട് 10 രൂപയായിരുന്നു പ്രൈസ് എന്നുള്ളപ്പോൾ 360 രൂപയാണ് എന്തെന്ന് മനസ്സിലായി, ഡിമാൻഡ് എന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആ പോയിന്റിൽ നോക്കുമ്പോൾ നമുക്ക് ഇലാസ്റ്റിക് ആണോ അൺഇലാസ്റ്റിക് ആണോ എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഇവിടെ -11 പറയുന്നുണ്ട്. ഓക്കെ, 11 0.1 പറയുന്നുണ്ട്. 0.1 എന്ന് പറയുന്നത് 1-നേക്കാൾ കുറവാണ്. 1-നേക്കാൾ കുറവായതുകൊണ്ട് നമ്മൾ എന്തെന്ന് പറഞ്ഞു? ഇൻഇലാസ്റ്റിക് ആണ്. ഈ പ്രൈസിൽ അതെന്താണ്? ഇൻഇലാസ്റ്റിക് ആണ്. അതായത് ഈ പ്രൈസ് എന്ത് ചെയ്യുന്നില്ല, പിന്നെ ഡിമാൻഡിനെ ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ റീസണബിൾ ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാക്കാൻ ഈ ഒരു പെർട്ടിക്കുലർ പ്രൈസ് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തേനെ പറ്റിയിട്ടുള്ളൂ? ഒരു ഇൻഡിവിജ്വൽ പ്രൈസ് എടുത്ത് വെച്ച് നോക്കാനേ പറ്റിയിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ആർക്കായിരുന്നു നോക്കിയെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 2 ഡിഫറൻറ്റ് പ്രൈസ്, അതിലുണ്ടാവുന്ന ക്വാണ്ടിറ്റിയിലെ ചേഞ്ച് വെച്ചിട്ട് ഇലാസ്റ്റിസിറ്റി നോക്കാമായിരുന്നു. ഇതാണ് ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നതും ആർക്ക് ഇലാസ്റ്റിസിറ്റി തന്നെയാണ്. ഓക്കെ, ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡിമാൻഡ് അറിയാനുള്ള ടെക്നിക്കുകൾ ഈ പറഞ്ഞ എക്സ്പേർട്ട് ഒപ്പീനിയൻ സർവേ ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇത് മുമ്പും ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിനെ സ്കിപ്പ് ചെയ്ത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഡിസംബർ 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ അതേ സാധനം ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ പറഞ്ഞ ഡിമാൻഡ് കർവ്, ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്, അതായത് ഫേമിൻ്റെ ഡിമാൻഡ് കർവ് ചോദിച്ചിട്ടുണ്ട്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്ന് പറയുകയാണ്, ബട്ട് സ്റ്റിൽ സ്കിപ്പ് ചെയ്യുകയാണ്. നമ്മളിനി ലാസ്റ്റ് നോക്കാൻ പോകുന്നത്, ഈ മൊഡ്യൂളിൽ നിന്ന് ലാസ്റ്റ് നോക്കാൻ പോകുന്ന സാധനമാണ് ഡിമാൻഡ്, പ്രൈസ്, ഇലാസ്റ്റിസിറ്റി, റവന്യൂ ഇവ തമ്മിലുള്ള ഒരു എന്താ ചോദിച്ചാൽ റിലേഷൻഷിപ്പാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന് ടെക്സ്റ്റിൻ്റെ അകത്തൊരു ഇൻഡിവിജ്വൽ ഉത്തരം പറയുന്നില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് അല്ലേ. ഡിമാൻഡും പ്രൈസും ഇലാസ്റ്റിസിറ്റിയും റവന്യൂവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു എന്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ, പെർട്ടിക്കുലർ ഹെഡില്ലെന്നേ ഉള്ളൂ, ബട്ട് അവരതിൻ്റെ ഇടയ്ക്ക് ഒന്നിങ്ങനെ പറഞ്ഞ് പോകുന്നുണ്ട്. ഇതാണ് അത് തമ്മിലുള്ള ബന്ധം. ഈ ഒരു ഇമേജ് ആണ് അവരവിടെ ചോദിക്കുന്നത്, ഡയഗ്രാം കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നോക്കിയടാ, ഇതിലേതാണ് ഡിമാൻഡ് കർവ് എന്ന് നോക്കി. ഈ ഒരു സാധനമാണ് നമ്മുടെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഡിമാൻഡ് കർവ് എന്ന് വിളിച്ചു? നമ്മുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച്, ഇതാണ് ഇവിടെയാണ് പ്രൈസ് കാണിക്കുന്നത്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഡിമാൻഡ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? കുറഞ്ഞു വരുന്നു. കണ്ടില്ലേ? നമ്മുടെ പ്രൈസ് വെറും 50 രൂപ ആയിരുന്നപ്പോൾ 400 യൂണിറ്റ് ഡിമാൻഡ് ചെയ്തിരുന്നു. അതിനെ 60 രൂപ ഇൻക്രീസ് ചെയ്തപ്പോൾ
എത്രയായി മാറി? 360 മാറി. അങ്ങനെ കൂടി പ്രൈസ് 50 രൂപ കിടന്ന സാധനം 100 രൂപ ആയപ്പോൾ, 100 രൂപ ആയെന്ന് വിചാരിക്കേണ്ട, 100ന് തൊട്ടെന്ന് വിചാരിക്കാം. ഇവിടെ 100 രൂപ ആയപ്പോൾ എത്ര? ഏതാണ്ട് ഒരു 80ഓളം ആയി മാറി ഡിമാൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി. അപ്പോൾ പ്രൈസ് കൂടുന്നതനുസരിച്ച് ഡിമാൻഡ് കുറഞ്ഞു പോകുന്നു. പിന്നെ ഇവരവിടെ സ്റ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇതാ ഇവിടെയാണ് കിടക്കുന്നത്. ഇവിടെ നോക്കിയിടാ, 200 ക്വാണ്ടിറ്റി വിറ്റപ്പോൾ പ്രൈസിൻ്റെ ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു 1 ആയി. അതായത് അവിടെ നിന്ന് നോക്കുമ്പോൾ, അപ്പോൾ അതാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അവിടെ നിന്ന് നമ്മൾ എങ്ങനെ മൂവ് ചെയ്താലും ഈക്വലായിട്ടായിരിക്കും മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. അവിടെ നിന്ന് പ്രൈസ് ഒരു 10 രൂപ കൂട്ടിയാൽ അതിന് അനുസൃതമായ ഒരു ചേഞ്ച്, 10 രൂപ കൂട്ടിയാൽ അതിന് അനുസൃതമായ ഡിക്രീസ് എവിടെ ഉണ്ടാവും? സെയിൽസിലുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് പറയുന്നത്, ഡിമാൻഡിൻ്റെ ആ ഒരു പോയിന്റ് പറയുന്നതാണ്. അപ്പോൾ 200 ക്വാണ്ടിറ്റിയാണ് അവരുടെ, 200 യൂണിറ്റാണ് അവരുടെ എന്തെന്ന് പറയുന്നത് ഒരു ഒപ്റ്റിമം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഇവർ വരുമാനം ഉണ്ടാക്കുന്നത്. കാര്യം ബാക്കിയുള്ള സ്ഥലത്തൊക്കെ എന്തുണ്ടാവും? ഈ പറഞ്ഞ പോലെ ഡിക്രീസ് ഉണ്ടാവും. പിന്നെ അങ്ങോട്ട് നമ്മൾ പ്രൈസ് ക്വാണ്ടിറ്റിയുടെ കാര്യമല്ല, ബാക്കിയുള്ള പ്രൈസ് ലെവൽ നോക്കുമ്പോൾ, ബാക്കിയുള്ള പ്രൈസ് ലെവൽ 200 രൂപ ക്വാണ്ടിറ്റിയിൽ എത്തുന്ന പ്രൈസ് നോക്കാം. 75 രൂപയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ 75 രൂപ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ ഡിമാൻഡ്. ഇപ്പോൾ ഈ 75 രൂപയ്ക്ക് നമുക്ക് എത്ര കിട്ടി? 200 ക്വാണ്ടിറ്റി കിട്ടി. ഇതാണ് നമുക്ക് ഒപ്റ്റിമം എന്ന് പറയുന്നത്. ഈ പ്രൈസിൽ ഇനി ചേഞ്ച് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? അതിനനുസരിച്ച് ഡിമാൻഡിൽ മാറ്റങ്ങളുണ്ടാകും. പക്ഷേ ഈ ഒരു പോയിന്റിൽ നമുക്ക് എന്താണ്? ഒപ്റ്റിമമാണ്, നമ്മൾ ഡിമാൻഡ് നമ്മൾ ഉദ്ദേശിച്ച തലത്തിലെത്തി എന്നുള്ളതാണ്. അപ്പോൾ ഏത് പോയിന്റിലാണോ ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു 1 ആവുന്നത്, ആ പോയിന്റിലായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്നതെന്നാണ് ഇവ തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഈ പോയിന്റിൽ നമ്മുടെ ഡിമാൻഡ് ഒപ്റ്റിമം ആയിരിക്കും, എന്നാൽ ഡിമാൻഡ് ഹൈ ആയിരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം അത് പിന്നെ മാറ്റം ഉണ്ടാകും. ഡിമാൻഡ് ഒപ്റ്റിമം ആയിരിക്കും, ആ പോയിന്റിലായിരിക്കും ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടാകുന്നത്. ഈ ഒരു കാര്യമാണ് ഈ ഒരു ഇമേജ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അകത്ത് കുറേ കഥകളുണ്ട്, ഞാനൊന്നും പറയുന്നില്ല, പോട്ടെ. അപ്പോൾ നമുക്ക് ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു 1 ആകുമ്പോൾ റവന്യൂ മാക്സിമം ആയിരിക്കും, ഡിമാൻഡ് ഒപ്റ്റിമം ആയിരിക്കും. അത് ഇവിടെ പറയുന്നുണ്ട്. ഇതൊന്ന് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. The demand function elastic. Over this same range, the total revenue increases and the price is reduced, the quantity demand increase. Beyond 200 units, demand is inelastic. 200 യൂണിറ്റിന് അപ്പുറം നമ്മൾ പിന്നെ വിൽക്കാൻ ശ്രമിച്ചാൽ പിന്നെ ഉണ്ടാകുന്ന ക്വാണ്ടിറ്റിക്ക് എന്തില്ല? ഇലാസ്റ്റിസിറ്റി ഇല്ല, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. കാര്യം അവിടെ എത്തുമ്പോൾ നമുക്ക് എന്താണ്? ഈക്വൽ ടു 1 ആണ്. ഇതാ ഇവിടെ ഒരു സമ്മറിയും കൂടെ പറയുന്നുണ്ട്. പ്രൈസ് കുറയുമ്പോൾ നമ്മുടെ ടോട്ടൽ റവന്യൂ എന്ത് ചെയ്യും? കൂടും. പ്രൈസ് കുറയുമ്പോൾ എന്ത് കൂടും എന്നാണ് പറയുന്നത്? ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടുമ്പോൾ ടോട്ടൽ റവന്യൂ കൂടും. ആ ഒരു റിലേഷൻഷിപ്പാണ് എന്ത് തമ്മിലുള്ള? ഇലാസ്റ്റിസിറ്റിയും പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ഒരു കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതൊന്നും മനസ്സിലുണ്ടാവട്ടെ. സ്ഥിരം ചോദിക്കുന്ന സാധനമാണ്. അപ്പോൾ ഈ ബ്ലോക്കിൻ്റെ അകത്ത് സ്ഥിരം ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇലാസ്റ്റിസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിമാൻഡിനെ ബാധിക്കുന്ന കാര്യങ്ങൾ, ഡിമാൻഡിനെ ഫോർകാസ്റ്റ് ചെയ്യാൻ എന്തൊക്കെ ഉപയോഗിക്കാം തുടങ്ങിയ കാര്യങ്ങൾ സ്ഥിരം ചോദിച്ച് കണ്ടിട്ടുണ്ട്. നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാനത് മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.